പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പേടിക്കരുത്, കൂടെ നിൽക്കണം. പാടം നിർത്തുന്നതാ മാറ്റം എന്ന് പറയുന്നത്. എന്താണ് പാടം? നമുക്ക് കൃഷി ചെയ്യാനൊരിടം. അതിനങ്ങനെ തന്നെയല്ലേ കാണുന്നത്, അല്ലേ കേളൂട്ട? പിന്നെ ഉള്ളിടം കരഭൂമിയാക്കി മാറ്റാൻ പറ്റിയ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന് പാടം നികത്തി എന്നൊക്കെ പറയലപ്പാ. നെൽകൃഷി കൊണ്ട് വലിയ ഗുണമില്ലാന്ന് പോകച്ചടന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? പാർട്ടിക്ക് ഇപ്പൊ എന്താ? കഷ്ടപ്പെടുന്ന കർഷകർക്ക് ലാഭം കിട്ടണം, മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകണം. നാടളന്ന് സർവേക്കല്ലിടുന്നതാണോ നേതാവേ നിങ്ങളുടെ കർഷക സേവാ പദ്ധതി? രവി, പരസ്പര ധാരണയിലുണ്ടാക്കിയ കാർഷിക പാട്ടച്ചീട്ട് പ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. സഹായം ആവശ്യമുള്ളവർക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ? ആണോ ജനേട്ടാ? സഹായം മാത്രം കിട്ടിയാൽ മതിയോ? നിങ്ങളുടെയൊക്കെ വാ തുറക്കരുതാണോ ഉടമ്പടി? ഇങ്ങനെ മണ്ണിടാനൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മണ്ണ് നോക്കാതെ മഴ നോക്കാതെയുള്ള കൃഷിയാണ് ഈ ഇടവിള കൃഷി എന്നൊക്കെ പറഞ്ഞിട്ടെ. നിങ്ങളുടെയൊക്കെ പറമ്പിൽ എന്ത് വിത്താണ് കൊണ്ട് വിതയ്ക്കുന്നത്? എന്ത് വളമാണ് ഇറക്കുന്നത്? ഏത് കമ്പനിയുടെ വളം? വിശ്വേന്റെ പറമ്പിൽ വെടിമരുന്ന് പോലത്തെ വളം കൊണ്ട് ഇറക്കിയിട്ടേ ആടെ പണിയെടുത്തവർക്ക് 3-4 ദിവസം ചൊറിഞ്ഞു വന്നലായിരുന്നു. എന്റെ വീടിനിപ്പോ നല്ല ചോർച്ചയുണ്ടോ രവിയെ? നമുക്കതും പരിഗണിക്കാം. വീട് പണിത് തന്നപ്പോഴൊന്നും ഇല്ലാത്ത പരാതി മറ്റുള്ളവർക്ക് സഹായം കിട്ടുമ്പോ പറയുന്നത് എന്തിനാ? ഓർക്കും കിട്ടട്ടോ. ഫലകങ്ങളൊക്കെ പൊളിഞ്ഞു തൊടുന്നു നേതാവേ. നീ ഇരുട്ടത്ത് പൊളിക്കുന്നവനല്ലേ? നീ പൊളിക്കട. പക്ഷേ വെളിച്ചം കാണുമ്പോഴേ അതങ്ങ് വളരും. അതിന് ജീവനുണ്ടോ? അത് നിന്റെ പറമ്പത്തും വളരും. നേതാവേ, എനിക്ക് നിങ്ങളുടെ പദ്ധതിയും വേണ്ട, സഹായവും വേണ്ട. എന്റെ പാടത്ത് എന്ത് കൃഷി ഇറക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നാടനെ ഇത് മാലൂരിന്റെ കാർഷിക വിപ്ലവം തന്നെയാണ്. കൃഷി പട്ടിണി മാറ്റാനുള്ള ഉപാധി മാത്രമല്ല, ഇനി കർഷകരുടെ കയ്യിലേക്കും പണമെത്തണം. ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കൈയടിച്ച് പാസ്സാക്കാം.